കരാർ പുതുക്കാത്തതിനെ തുടർന്ന് കനറ ബാങ്ക് PRS വായ്പാ വിതരണം നിർത്തിവെച്ചു. നെല്ലളന്ന കർഷകർ പ്രതിസന്ധിയിലായി. നെല്ല് കൈപ്പറ്റി രശീദിന്മേൽ വായ്പ അനുവദിക്കുന്നത് കനറ ബാങ്ക് നിർത്തിവെച്ചത് കർഷകരെ വെട്ടിലാക്കി. സപ്ലൈകോ കരാർ പുതുക്കാത്തതിനെ തുടർന്നാണ് ബാങ്ക് ഈ നടപടി സ്വീകരിച്ചത്. PRS വായ്പയിൽ സപ്ലൈകോ കനറ ബാങ്ക് കരാറിന്റെ കാലാവധി മാർച്ച് 31-ന് അവസാനിച്ച് 2 ആഴ്ച പിന്നിട്ടിട്ടും കരാർ പുതുക്കിയിട്ടില്ല. 9% നിരക്കിൽ പലിശ നൽകിയിരുന്ന വായ്പ 0.5% പലിശ കൂടുതൽ വേണമെന്ന വ്യവസ്ഥ കനറ ബാങ്ക് പുതിയ കരാർ ഉൾപ്പെടുത്തിയിരുന്നു. സപ്ലൈകോ സ്വന്തം നിലയിൽ ഇത് അംഗീകരിക്കാത്തതിനാലാണ് സർക്കാരിന്റെ അനുമതിക്കായി കാത്തിരിക്കണം. അനുമതി നൽകാനുള്ള തീരുമാനം വൈകുന്നതാണ് പ്രശ്നം സങ്കീർണമാക്കിയത്. ഈ ആഴ്ച തീരുമാനം ഉണ്ടാകുമെന്നാണ് സപ്ലൈകോ കർഷകരെ അറിയിക്കുന്നത്. മാർച്ച് 15 വരെ സ്ഥിരീകരിച്ച PRS നെല്ലിന്റെ വിലയാണ് നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കനറ ബാങ്ക് വില വിതരണം പൂർണ്ണമായി നിർത്തിയപ്പോൾ SBI തുടരുന്നുണ്ട്. കനറ ബാങ്കിന് സപ്ലൈകോ മാർച്ച് 15-ന് ശേഷം സ്ഥിരീകരിച്ച PRSകൾക്ക് തുക നൽകാനുള്ള പേയ്മെന്റ് ഓർഡർ നൽകിയിട്ടില്ല. കനറ ബാങ്കിന് പലിശ നിരക്ക് ഉയർത്തി നൽകിയാൽ SBIക്ക് ഉയർന്ന നിരക്ക് നൽകേണ്ടി വരും. കർഷകർക്ക് വായ്പയായി അനുവദിക്കുന്ന നെല്ലുവില തിരിച്ചടയ്ക്കുന്നത് സപ്ലൈകോ ആയതിനാൽ പലിശ നിരക്കിലെ വർധന കർഷകരെ ബാധിക്കില്ലെങ്കിലും സപ്ലൈകോയെ സാമ്പത്തികമായി ബാധിക്കും. നിലവിൽ 4500 കോടി രൂപയുടെ ബാധ്യതയാണ് സപ്ലൈകോയ്ക്ക്. മുൻകാല PRS വായ്പയുടെ തിരിച്ചടവ് ബാധ്യത മാത്രം 1000 കോടി രൂപയോളം വരും സപ്ലൈകോയ്ക്ക് ബാങ്കുകളുടെ കൺസോർഷ്യത്തിലുള്ള ബാധ്യത തീർക്കാൻ. ബാധ്യത തീർക്കാൻ കേരള ബാങ്കിന്റെ സഹായം തേടാൻ ആലോചിക്കുന്നുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.